അതെ അതെ അതെ, പുതിയ പുതിയ വീഡിയോ ആണ്. വെള്ളപ്പൊക്കത്തിന് എങ്ങനെ പർച്ചേസ് ചെയ്യാന്നുള്ള വീഡിയോ ആണിത്. ബാക്കി വീഡിയോയിൽ കാണാം. അങ്ങനെ വെള്ളപ്പൊക്കത്തിന് കടയിലോട്ട് സാധനം എടുക്കാണ്ട് പോവുകയാണ്. നിങ്ങൾ ഞങ്ങളുടെ അവസ്ഥ കണ്ടോ? കുട്ടനാട്ടിലെ വെള്ളം റോഡിലാണ് ഈ പോകുന്നത് കേട്ടോ. അപ്പം ചേച്ചി അവിടം വരെ മുട്ടറ്റം വെള്ളമുണ്ട്. ഞാൻ വള്ളത്തേരിക്കുകയാണ്. നമ്മുടെ ഇനി വലിയ ആറ്റിലോട്ട് നമുക്ക് കിടക്കണം. കണ്ടോ ഞങ്ങളുടെ ഒരു അവസ്ഥ കണ്ടോ? റോഡിനൊക്കെ നല്ല വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ വെള്ളമാണ്. നമുക്ക് സാധനങ്ങൾ എടുക്കണം. ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ ഇരിക്കുകയുണ്ടോ, ഇത്രയും വെള്ളമുണ്ട്. നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ വള്ളത്തിൽ പോകാനായിട്ട്. പക്ഷെ നല്ല മഴക്കാറും ഉണ്ട് കേട്ടോ, പണി കിട്ടുമെന്ന് തോന്നുന്നു. അതുവഴി ഇറക്കിയാൽ മതിയായിരുന്നു. ഈ അന്യായ മഴ വരുന്ന നമ്മൾ വള്ളം വലിയ ആറ്റിലോട്ട് ഇറക്കിയേ. അങ്ങനെ ഞങ്ങളുടെ വള്ളം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എഞ്ചിനെല്ലാം സെറ്റ് ചെയ്ത് വള്ളം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഭയങ്കര കാറ്റുമുണ്ട്, നല്ല മഴയും വരുന്നു. വേസ്റ്റ് എല്ലാം വരുന്നുണ്ട്. ചേച്ചി ഒരു മുളയല്ലേ ചേച്ചി ഇത്? വലിയ മുളല്ലോ. അയ്യോ, ഒരു മുളക്കമ്പ് വരുന്നു. എടുക്കുവോ വെള്ളത്തില്? എന്നിട്ട് വീശിയിട്ട് മീൻ കിട്ടിയാ? ഒത്തിരി മീൻ കിട്ടിയോ? വയമ്പുണ്ടോ? വയമ്പ് ശരിക്കും ഞങ്ങൾക്ക് മാർക്കറ്റിൽ പോകാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. നോക്കാൻ വേണ്ടി പോവാണ്. ഭയങ്കര മഴയായി പോയി, ഭയങ്കര മഴ. അതെ ഞങ്ങള് വള്ളത്തില് മഴ കൊണ്ട് നിൽക്കുകയാണ്. മഴ കാണിച്ചു തരാവേ. ഇത് കിടങ്ങറ സ്കൂളാണേ. ഇത് കിടങ്ങറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള്. വലിയ ആള് കണ്ടോ, വീടും തോടും എല്ലാം നിറഞ്ഞൊഴുകുക. ഈ മഴയത്ത് സാധനം എടുക്കാൻ പോവാണേ. കണ്ടോ പ്രിയപ്പെട്ടവരെ, ഇത് കുട്ടനാട്ടിലെ കിടങ്ങറ ബസാറിൻ്റെ അവിടെയുള്ളൊരു പാലാണ്. അതിന് താഴെ കിടക്കുന്ന വേസ്റ്റുകൾ കണ്ടോ? ഇതാണ് പ്രകൃതിക്ക് കൊടുത്താൽ പ്രകൃതി തിരിച്ചു തരും എന്ന് പറയുന്നത്. കണ്ടോ വേസ്റ്റ് അടിഞ്ഞുകൊണ്ട് കിടക്കുന്ന കണ്ടോ? വേസ്റ്റ് അടിഞ്ഞുകൊണ്ട് കിടക്കുന്നുണ്ട്. വേസ്റ്റ് പിന്നെ എങ്ങനെ നമ്മൾ തിരിച്ചു വരും? ഞങ്ങൾ വേസ്റ്റിന് ഇടയ്ക്കൊന്ന് വെള്ളം പുറത്തിറക്കിയേ. ഇപ്പം വേണ്ട നമ്മുടെ ആറ്റിൽ നിന്ന് വേണ്ട റോഡിലോട്ട് കയറി വെള്ളം ഇറങ്ങുന്നുണ്ട്. ഇത് 30 ഉണ്ട്. ഇതാണ് നിലവിലെ കുട്ടനാടിൻ്റെ അവസ്ഥ. മുഴുവൻ വെള്ളത്താൽ ഒറ്റപ്പെട്ട അവസ്ഥ. വേറെ എന്തെങ്കിലും വേണം? ഗായ്സ്, ഞങ്ങളുടെ ട്രിപ്പ് മൊത്തം ഇതായി. നമ്മുടെ പ്ലാനൊന്നും നടന്നില്ല. അതായത് കണ്ടതിൽ മൊത്തം പോളയായിരുന്നു. പോകാൻ പറ്റത്തില്ല, ആറ്റിൽ കൂടെ പോകാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ ഇവിടെ പൂവത്തിറങ്ങിയിട്ട് ബസ്സിന് പോകാൻ വേണ്ടിയിട്ട്, ഓട്ടോയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ മാർക്കറ്റിലോട്ടുള്ള പോക്ക്, വെള്ളപ്പൊക്കത്തിൻ്റെ പോക്ക് ഏകദേശം ഒരു ധാരണയിലെത്തിയിട്ടുണ്ടേ. റോഡിലെ വെള്ളം കണ്ടോ? ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണേ. ബസ് വരുന്നുണ്ട്.
ഇതുവരെ സംഭവങ്ങളെല്ലാം റെക്കോർഡിക്കലി ആയിരുന്നു. ഇനി ബാക്കിയുള്ള സംഭവങ്ങൾ നടന്നതാണ്. ഞാൻ പറഞ്ഞു ഷൂട്ട് ചെയ്തിട്ടില്ല. ഇതുവരെ നമ്മൾ ബസ്സിന് പോയി ചന്തയിൽ പോയി സാധനം എടുത്ത് തിരിച്ചു വരിക. ബസ്സിൽ തന്നെ KSRTC തന്നെയാണ്. ഈ പോകുന്ന റോഡാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ്, AC റോഡ്. ആരൊക്കെ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ഈ AC റോഡിൽ ബസ് സർവീസ് നിർത്തിയിട്ടില്ല. KSRTC വളരെ എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടു. നല്ല രീതിയിൽ ആൾക്കാർ സർവീസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്താ പറയുക, നമ്മൾ വെള്ളമാകുമ്പം ഇടവഴിയിലുള്ള ആൾക്കാർ കരകൊമ്പിലോട്ട് കയറാറുണ്ട്. അപ്പം KSRTC സർവീസ് നിർത്താത്തത് കാരണം ആൾക്കാർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ സാധിച്ചു. ആരൊക്കെ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും AC റോഡ് വെള്ളം കയറും. കുട്ടനാടാണ്, നമ്മൾ എത്രയൊക്കെ പൊങ്ങിയാലും ഭൂമി താഴും, താഴോട്ട് ഇരുത്തും, വെള്ളം കയറും എത്ര പൊക്കെ, അല്ലെങ്കിൽ പിന്നെ ഫുള്ള് ഓവർ ബ്രിഡ്ജായിരിക്കണം. പക്ഷെ വണ്ടികൾ പോകുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കേ, ഇത്രയും വെള്ളത്തിന് വണ്ടികൾ പോകുന്നുണ്ട്. റോഡിൽ കുഴപ്പമില്ല. പഴയ ഒരു വെള്ളപ്പൊക്കമൊക്കെ നമുക്ക് ഒന്ന് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇന്ന് വെള്ളം കയറി കഴിയുമ്പോൾ തന്നെ ബസ് സർവീസ് നിർത്തും. പക്ഷേ ഈ പ്രാവശ്യം ബസ് സർവീസ് നിർത്തിയിട്ടില്ല. ബസ്സിന് പോകാൻ പറ്റുമെങ്കിൽ ഉണ്ടോ. ഇതാണ് ഞങ്ങളുടെ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ്. നല്ല വെള്ളമാണ്. ബസ്സുണ്ട്, ആർക്ക് വേണേലും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാറുണ്ട്. ഞാൻ അതുപോലെ ലഗേജ് എടുത്തുകൊണ്ട് കിടങ്ങറല്ല ചേച്ചി വെള്ളമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ പോവാണ്. അത്യാവശ്യം ആൾക്കാരും ഉണ്ട് ബസ്സിൽ കേട്ടോ. ബസ്സിൽ അടിച്ച് വെള്ളം കയറുന്നതാണ് ഫുട്പാത്തിലേക്ക് നിൽക്കുന്ന സ്ഥലത്ത്. കുറച്ച് സമയം എടുക്കും കേട്ടോ, കാരണം വെള്ളത്തിലൂടെയുള്ള യാത്രയല്ലേ. പക്ഷെ നല്ല രസമില്ലേ കാണാൻ ഇങ്ങനെ വെള്ളത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ. ഓപ്പോസിറ്റ് വണ്ടി വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കിടങ്ങറ അടുത്തറിയാം. തിരിച്ച് ഞാൻ വീണ്ടും വളത്തിൽ. അങ്ങനെ നമ്മുടെ താൽക്കാലികമായ ഷോപ്പിങ്ങുകളും കാര്യങ്ങളെല്ലാം അവസാനിച്ചു. മാർക്കറ്റിൽ പോയി പർച്ചേസ് ചെയ്തു. ഞാൻ ബസ്സിൽ വന്നു KSRTCയിൽ. എന്താണ് ഇപ്പോൾ ഇവിടെ ചച്ചി വളർത്തി നോക്കി കിടക്കറായി നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളെല്ലാം തേങ്ങകളെല്ലാം ഇതിനകത്ത് വെച്ച് അത് ബസ് പോകുന്നുണ്ട്. വെള്ളത്തിൽ കൂടെ പോകുന്ന ബസ് സാധനമെല്ലാം അത്യാവശ്യം ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കൊണ്ടുവരാനായിട്ട്. എല്ലാം കയറ്റി ഇനി ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. വേണ്ട ഇത്രയും എന്താ പറയുക, ഉണ്ടോ വെള്ളം ഉണ്ടോ, വീടുകളെല്ലാം വെള്ളത്തിനടിയിലാണ്ടോ. എങ്ങോട്ടാ പോണ്ട അല്ലേ. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോവാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ. എന്നാ ഒഴുക്ക ചേച്ചി, എന്നാ ഒഴുക്ക, അയ്യോ.